ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെ ബൂട്ട്സ് ലാബ് G980H Pro വേറെ കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളിങ് വന്നേക്കാണ്. അതിൻ്റെ പ്രൈസ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. പ്രൈസ് വരുന്നത് 19,999 ആണ്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് വരണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഫ്രണ്ട് ക്യാമറ. ഇത് 4K ആണ്. ഓക്കെ, മെമ്മറി കാർഡ് ഒരെണ്ണം വരുന്നുണ്ട്, നമ്മൾ ഇട്ടിട്ടുണ്ട്. 64 GB ആണ് വരുന്നത്. ഇതിലേക്ക് ടൈപ്പ് സിയും നമ്മുടെ കേബിളും കൂടെ കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിതിനെ അലൈൻമെൻറ്റബിളാണ്. ഇങ്ങനത്തെ വേണ്ടതെന്ന് വെച്ചതിനനുസരിച്ച് ആക്ഷൻ വർക്കാവും. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരേണ്ടതാണ്. ക്യാമറ സെൻട്രൈസ് ചെയ്ത് വേണം അത് ഒട്ടിക്കാനായിട്ട്. പലരും ഡിസ്പ്ലേ സെൻറ്റർ ചെയ്ത് വയ്ക്കും. ഒരിക്കലും ചെയ്യരുത്. ക്യാമറ വേണം, ഐയാണ് സെൻറ്റർ ആവേണ്ടത്. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഒരു അപ്പറേച്ചർ ലെൻസ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറേച്ചർ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ടതാണ്. വെയിൽ, അതേപോലെ തന്നെ ഗ്ലെയർസ് കാര്യങ്ങളൊന്നും ക്യാമറയിൽ വിഷ്വലിനെ ബാധിക്കാതിരിക്കേണ്ടതാണ് ഈ അപ്പറേച്ചർ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് UV ഒക്കെ റെസിസ്റ്റ് ചെയ്യണ ടൈപ്പാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാപ്പ് പോലെ ഇതിനിങ്ങനെ കയറ്റിയെടുത്തേ ഉള്ളൂ. ഞാൻ നെറ്റ് കാണിച്ചാൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഐറ്റം വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റിക്കറും ബാക്കിലത്തെ സ്റ്റിക്കറും പൊളിച്ചു വന്നിട്ടാണത് അപ്ലൈ ചെയ്യാനായിട്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ കൂടുതൽ നേരം ഇത് വയ്ക്കരുത്, കാരണം ഡസ്റ്റോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് കയറാൻ പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് സൈഡ്സ് ഉണ്ട്, സൈഡ്സ് നോക്കിയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അല്ലേ, കട്ട് ഗ്യാപ്പ് ഫുള്ളി കവറായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സ്റ്റിക്കർ പൊളിച്ചോളൂ. അപ്പോൾ എന്താ ലെയർ കാര്യങ്ങളൊന്നും അടിക്കില്ല. അതിൻ്റെ മുകളിലേക്ക് വീഡിയോൻ്റെ ഫുട്ടേജ് പക്ക ഗ്ലൈഡേഴ്സോ ലൈറ്റോ കാര്യങ്ങളൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 3 സ്വിച്ചാണുള്ളത്. ക്യാമറ ചേഞ്ച് ചെയ്യാനായിട്ട്, സെറ്റിങ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഫുട്ടേജസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് ഇതിലുള്ളത്. ഇതതിനുള്ള ഹാർഡ്വെയർ കിറ്റാണ്. ഓക്കെ, നമ്മുടെ ബാറ്ററിയിൽ നിന്ന്, അതായത് ബാറ്ററി ലൈൻ, ഇഗ്നിഷൻ ലൈൻ, പിന്നെ ഗ്രൗണ്ട്, മൂന്നുമായിട്ടുള്ളത് കേബിളാണ് വരുന്നത്. ഇത് C ടൈപ്പ് ലൈനാണ് വരിക കേബിൾ. ഇതിൻ്റെ തന്നെ നമ്മുടെ ചാർജർ സോക്കറ്റിന് കൊടുക്കുന്ന ടൈപ്പ് ലൈൻ ഇതിന് കൂടെ വരും. ഹാർഡ്വെയർ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂസ് എടുക്കുന്ന സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള ലൈൻസ് കാര്യങ്ങൾ, അതായത് ഫ്യൂസ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കാനുള്ള ഹാർഡ്വെയർസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്, ഹാർനസും കൂടി. ഇതാണ് നമ്മുടെ റിവേഴ്സ് കേബിൾ. ഇത് ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്യും, ഇത് നമ്മുടെ റിവേഴ്സിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി കേബിൾസാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്, റിയർ ക്യാമറ 2K ആണ് വരുന്നത് റെസൊല്യൂഷൻ. റിയർ ക്യാമറയുടെ ഇതിലേക്കാണ് സ്റ്റിക്കർ ഇൻസ്റ്റാളേഷന് ശേഷം പൊളിച്ചളിക്കുകയും ചെയ്യുക. അത് ലൈറ്റ് എത്തും ക്യാമറ ഓൺ ആണെങ്കിൽ. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ ലൈറ്റ് എത്തും ഓൺ ആണെങ്കിൽ. പിന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യല്ലേ, അത് ട്രാൻസ്പെറൻറ്റ് ഫിലിമാണ്. ഇത് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ആദ്യം ഗ്ലാസ്സിലേക്ക് ഭാവിയിൽ ഇത് പറിച്ചെടുക്കുകയും വേറെ ഏതെങ്കിലും വണ്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരരുത്. ഊരിയെടുക്കാനോ പറിച്ചെടുക്കാനോ ക്രാക്കോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഈ യോഗ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അപ്പറേച്ചർ ലെൻസ് സെപ്പറേറ്റാണ്, സെപ്പറേറ്റ് പേയ്മെൻറ്റ് വരും. ഓക്കെ, ഐ തിങ്ക് പിന്നെ ഏകദേശം ഒരു I think 999 or like something അത്രയാണ് വരുന്നത് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പരിപാടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നേരെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം.